സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോഴുള്ളത് മധ്യപ്രദേശിലെ അമർകാണ്ടകിലുള്ള ശ്രീ യന്ത്രമന്ദിറിന് മുൻപിലാണ്. ഇതിൻ്റെ കവാടമാണ് ഈ നമ്മൾ കാണുന്നത്. അതിൻ്റെ പുറയിലുള്ള വലിയ മതിലിന് പുറകിലായിട്ടാണ് ക്ഷേത്രമുള്ളത്. അങ്ങോട്ടേക്ക് നമുക്കാർക്കും പ്രവേശനമില്ല. അതിൻ്റെ കാരണം ഞാൻ പുറകെ പറയാം. ഈ കവാടത്തിലുള്ള 4 തലയുള്ള ഈ വലിയ ശില്പം ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ലക്ഷ്മി, സരസ്വതി, കാളി, ഭുവനേശ്വരി ഈ 4 ദേവിമാരെയാണ് ഈ 4 തലകളും പ്രതിനിധാനം ചെയ്യുന്നത്. അതിൻ്റെ താഴെയുള്ളത് 64 യോഗിനികളുടെ ശില്പമാണ്. ശക്തി ആരാധനയുടെ അല്ലെങ്കിൽ ദേവി ത്രിപുരസുന്ദരി ആരാധനയുടെ ഏറ്റവും വിശേഷപ്പെട്ട രൂപമാണ് ശ്രീചക്രം അല്ലെങ്കിൽ ശ്രീയന്ത്രം എന്ന് പറയുന്നത്. ആ ശ്രീയന്ത്രത്തിൻ്റെ അല്ലെ ശ്രീചക്രത്തിൻ്റെ മാതൃകയാണ് ഈ വലിയ കവാടത്തിന് പിറകിലായിട്ടുള്ളത്. അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. 1991 ആരംഭിച്ചതാണ് ഈ ക്ഷേത്ര നിർമ്മാണം. ഈ 30 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഇതിൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വർഷത്തിൽ 4-5 തവണ മാത്രം വരുന്ന ഗുരുപുഷ്യ നക്ഷത്ര നാളിൽ മാത്രമേ ഈ ക്ഷേത്ര നിർമ്മാണം നടത്താൻ സാധിക്കുകയുള്ളൂ. വളരെ വിശേഷപ്പെട്ടതാണ് ഈ നക്ഷത്രം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകാതിരിക്കാൻ കാരണമായിട്ടുള്ളതും. 2030 കൂടിയെങ്കിലും ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വലിയ കവാടത്തിൻ്റെ ഉള്ളിലായിട്ട് 1-2 ദേവീ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തൊഴുത് സായുജ്യം അടയുക എന്നുള്ളതാണ് ഇപ്പം ഇവിടെ കരണീയമായിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഇതാണ് ഇവിടുത്തെ ദേവീ പ്രതിഷ്ഠ. ഇതിന് സൈഡിലോട്ട് 2 വാതിലുകളുണ്ട്. അതിലായിരിക്കാം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ ഈ ശ്രീയന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീചക്രത്തിൻ്റെ ഒരു 3D പ്രൊജക്ഷനാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഈ ക്ഷേത്രപണി പൂർത്തിയായിട്ട് ഒരിക്കൽ കൂടെ വരാൻ സാധിക്കും. അവിടെ കയറി അതൊക്കെ കണ്ട് ദർശിക്കാനും തൊഴാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഉയർന്ന ഒരു പ്രദേശമുണ്ട്, ചെറിയ കുന്നുപോലെ. അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ശ്രീചക്രത്തിൻ്റെ അല്ലെ ശ്രീയന്ത്രത്തിൻ്റെ ഈ 3D പ്രൊജക്ഷൻ അത് എങ്ങനെയാണ് എന്നുള്ള ഒന്ന് കാണാനുള്ളൊരു കൗതുകം കൊണ്ട് അവിടെ കയറി നിന്ന് കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. അതിനുശേഷം പോകുന്നത് സോൻ ഉദ്ഗം കുണ്ട് അല്ലെങ്കിൽ സോൻ നദിയുടെ ഉത്ഭവ സ്ഥാനത്തേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.